പറഞ്ഞു. നീ ഇന്നലെ അവിടെ കൊറേ ഞാൻ നേഴ്സാണോ? പറഞ്ഞു. ഫ്രണ്ട്സിന്റെ ലൈവ്. ഞാൻ നേഴ്സാ ചേച്ചി. ആണല്ലേ? ഉം. ന്യൂസിലാൻഡ് തന്നെ. ആഹ്. ആൻക്കൊരു പാണു എന്ന് പറയുന്നുണ്ട്. ആൻ തന്നെ. അതെ. അയ്യോ, ജൂളി ആഡംസ് വന്ന് പറഞ്ഞ ഒരു പാട്ട് പറഞ്ഞിട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ എവിടെ പോയാലും ചതുപുറയെ വിളിക്കും കേട്ടോ. ചതുപുറ ചോദിക്കും, ദൈവമേ ഈ ശല്യമായിട്ട് പറയുന്നത്. മധുമൊഴി രാധെ അവിടുന്ന് പാടിക്കോളാൻ. ഈശ്വരാ, ഞാൻ ഇറങ്ങി ഓടണോന്നൊക്കെ അത് പറഞ്ഞാ മതി. പാട്ടിന്റെ കാര്യം പറയണ്ട. അല്ലേ ചേച്ചി? ആൻ പൊക്കോ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ പൊക്കോളാം. അതിന് എന്നെ ഓടിക്കാൻ ഇങ്ങനെ പറയണോ അല്ലെ? അതും ഹരിമുരളീരവം. അതെ. ഈ സോള് നന്നായിട്ട് പാടും കേട്ടോ. ആണോ? ജോ ആ പറഞ്ഞ പാട്ട് കേട്ടോ, അടിപൊളി ഫീലാണ്. ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടാ, കേട്ട് നോക്കണം. സാരമില്ല, നാളെ നല്ല വിരഹഗാനം പാടിത്തരാം. പാട്ട് കേട്ട് ആരും പഴയ കാലത്തേക്ക് പോകരുത് എന്ന് പറയുന്നത്. അല്ലെങ്കിലും സൂപ്പർ. പഴയ സോങ്സ് നല്ല എന്തുവാ അതെ, ഫീലാണ്. അത്രയും വരികയല്ല ഇപ്പോഴത്തെ സോങ്സ്. ഞാനെല്ലാം കേൾക്കും ചേച്ചി. പോകരുത്, ഈ ഹാപ്പി ഓപ്ഷൻസ് എന്നോട് തരാം. തെറ്റിപ്പോയി ചേച്ചി. ഈ ഹാപ്പി അസ്ലും ഒക്കെ സൽമു ചേച്ചിയുടെ ലൈവിൽ എന്റെ കൂട്ടാ. എന്നിട്ട് ഇവരിന്ന് എന്നോട് തെറ്റിപ്പോയത്. തെറ്റിപ്പോയതാണോ? ചേച്ചി എന്നോട് പറഞ്ഞു ചേച്ചിയുടെ ലൈവ് വന്നിട്ട് പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ ശരിക്കും ഞാൻ ബിസി ആയിരുന്നു. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു ചേച്ചി. എനിക്ക് കേൾക്കാനേ പറ്റിയില്ല. ഇല്ല, അപ്പൊ ഇന്നലെ ഞാൻ ഞാൻ ലൈവ് ഇട്ടില്ല മോനെ. അത് ഇന്നലെ അല്ല, സോറി, മിനിഞ്ഞാന്ന്. ഞാൻ എനിക്കാണ്. 2-3 മെസ്സേജ് അയച്ച്, കുറച്ച് മെസ്സേജ് അയച്ചോളൂ. ഞാൻ ശരിക്കും ബിസി ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ നോക്കിയായിരുന്നു, പക്ഷെ ചേച്ചി ലൈവ് കണ്ടില്ല. ഇന്നലെ ഇന്നലെ എനിക്ക് ഞാൻ നോക്കാന് വയ്യായിരുന്നു. ഒന്ന് ജസ്റ്റ് നോക്കി, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ബിസി ആയിപ്പോയിരുന്നത്. പിന്നെ അത് ആ കഴിഞ്ഞിട്ട് ഇന്ന് എനിക്ക് നൈറ്റ് ഓഫ് ആയതുകൊണ്ട് എനിക്കിന്ന് ഉറക്കമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കണേ. എന്നിട്ട് ഇന്ന് ഞാനിപ്പോ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഹാപ്പി മെസ്സേജ് അയച്ചത്, ഡെഡിക്കേറ്റഡ് സോങ് എന്ത് ചോദിച്ചിട്ട്. അപ്പോഴാണ് ഇമോജി അയച്ചത്. അവിടെ വെച്ച് ഞങ്ങള് ഭയങ്കര കൂട്ടായി. ഇപ്പൊ എന്നോട് രണ്ടുപേരും പിണങ്ങി പോയി. വരാഞ്ഞിട്ടാണോ? അസ്ലു, ഉം. ഹാപ്പി രണ്ടുപേരും ഇവിടെ ഉണ്ടോ? കേറി വായോ. തന്നെ ആൻ ഇവിടെ ഇരുന്ന് ഇപ്പൊ പാടും. നമ്മുടെ സോള് അടുത്ത ഓപ്ഷൻസ് തരാന്ന് പറഞ്ഞിട്ട് പിന്നെ സോള് പറഞ്ഞ പാട്ട് അയ്യോ, കേട്ടോ. എനിക്ക് ഓപ്ഷൻ വേണ്ട. ഗംഗയെ ഹായ് പിടിക്കുന്നൂന്ന്. ഹൈറ്റ ബ്രോ, ഹായ്. ഗംഗേന്ന് പിടിക്കുന്നൂന്ന്. എന്റെ വിരഹഗാനമോ? പൊന്നെ. അപ്പൊ ഞാൻ പോയി. ഇല്ല രതീഷ്, അസ്ലു നാളെയാണ്. വന്നല്ലോ. അസ്ലു, അസ്ലു, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹാപ്പിയോട് ചെന്ന് പറയണം ഞാൻ ടുഗദർ വരെ കയറിയത്. മനസ്സിലാകുന്നുണ്ടോ? അസ്ലുവിനെ ഹാപ്പിനോട് സംസാരിക്കണം. ടുഗദർ വരെ കയറിയിട്ടുണ്ട് കേട്ടോ. നിസാർക്ക, നിങ്ങൾക്ക് ചാനലാക്കി കൂടെയെന്ന് ചോദിക്കുന്നു. ഞാൻ കഴിച്ചിട്ട് വരാം. പോയിട്ട് വായോ. നിസാർക്ക നന്നായിട്ട് പാടുന്നുണ്ട്. കടൽ പോകുന്നതൊക്കെ വീഡിയോ ഇട്ടൂടേന്ന് ചോദിക്കുന്നുണ്ട്. അതെ, കടലിൽ പോകുന്നതിന്റെ ഒക്കെ വീഡിയോ ഇട്ടൂടെ? നല്ല സൂപ്പറായിട്ട് ഇടാലോ. ആരാ കടലിൽ പോണേ? നമ്മുടെ നിസാർ നിസാർ ബ്രോ. ഓക്കെ. ടാറ്റ നഹു പറയുന്നുണ്ട്. എല്ലാം സെറ്റാക്കി. താങ്ക് യു മുത്ത, താങ്ക് യു. പോയി ഭക്ഷണം കഴിക്കും കേട്ടോ. ഇഷ്ടമോതിടുവാൻ പിന്നെ മടി എന്തിനാ, അൽവ തന്നിടുവാൻ നാണമിനി എന്തിനാ. ആ പാട്ടല്ലേ എനിക്ക് ഇച്ചിരി അറിയത്തുള്ളത്. ചേച്ചി, ഗംഗേ. ഞാനുണ്ടല്ലോ ഒരു ചുമ്മാ ഒരു പാട്ട്, ഒരു ക്രിസ്ത്യൻ സോങ്സ് എനിക്ക് അറിയത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു പാടിക്കോ. ഹാപ്പിക്ക് വേണ്ടിട്ട് പാടാമേ. ഇതെന്റെ അസ്ലു പറഞ്ഞേട്ടോ, ഞാനൊന്നും ഇന്ന് പറയില്ലാന്ന്. ഇന്ത്യ രണ്ടിന് ഇടിയായിരുന്നു. ചേച്ചി, ഞാൻ ഒരു ക്രിസ്ത്യൻ സോങ് പാടിത്തരാമേ. പാടിക്കോ, ചേച്ചി ധൈര്യമായിട്ട് ഇത്തരം പാട്. പാട്ടുകാരിയൊന്നുമില്ല, എന്റെ ഒരു അയ്യോ, ആഗ്രഹത്തിന്. പാട്, സൂപ്പറായിട്ട് പാട്. ഓക്കെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ, യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി